ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഊട്ടുപുര പുളിങ്കറിയാണ്. ഊട്ടുപുര പുളിങ്കറി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവൂലേ. ഇത് പൊടി പൊടിച്ചിട്ടുള്ള നമ്മുടെ ഊട്ടുപുര പുളിങ്കറി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മത്തങ്ങ എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്. സാധാരണ മത്തങ്ങയാണ് പുളിങ്കറിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിൻ്റെ പകുതിയോളം കുമ്പളങ്ങ മതി. പിന്നെ ചേനയും മത്തങ്ങയുടെ അത്ര തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേന മാത്രം ഇതാ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കാതെ വേവിച്ചെടുക്കുക. ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പൊടി ഉണ്ടാക്കണം. ആ പൊടിക്ക് വേണ്ടിയിട്ട് ഇതാ 1/2 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് 2 മുതൽ 3 ടീസ്പൂൺ വരെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. സാധാരണ നമ്മൾ ഊട്ടുപുര പുളിങ്കറിയിലൊക്കെ ഉപയോഗിക്കുക ശരിക്കും പച്ചരിയാണ്. കാരണം മട്ട അരിയോ പൊന്നി അരിയോ ഒന്നും ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ പച്ചരി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇനി പച്ചരി കയ്യിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതരി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ മൺചട്ടിയിലോട്ട് ഉലുവയും പച്ചരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വറുക്കണം. ഒന്ന് മൂക്കാറാവുന്ന സമയത്ത് നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിയും ഉലുവയും ഒക്കെ ഏകദേശം ഒന്ന് മൂക്കാറായി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക്. അപ്പം ഞാനിവിടെ 4 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അതൊരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴല്ല മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം ഞാനിതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് അരിയൊക്കെ ഒന്ന് അരിമണി വറുത്ത് കഴിക്കുന്ന ആ ഒരു പാകമാവുമ്പോൾ നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മറന്നു പോരുതേ. അപ്പോൾ മത്തങ്ങയും കുമ്പളങ്ങയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ചേനയും കായൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന പുളിങ്കറിയിൽ നമുക്ക് ചേനയും കായും ഒക്കെ അവരിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിക്കാനുള്ള മസാലകളൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. വറ്റൽമുളകും അരിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരിയും മുളകും കറിവേപ്പിലയും എല്ലാം കൂടിയുള്ള ആ മിക്സിൽ അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് നെല്ലിക്ക വലുപ്പത്തിൽ ഞാൻ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ചേനയും കായൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കായ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പുളിവെള്ളത്തിലോട്ട് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളിവെള്ളത്തിലോട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ചേനയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മത്തങ്ങയും കുമ്പളങ്ങയും ഒന്നും വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലൂടെ ചേനയും കൂടെ കിടന്ന് ഒന്ന് തിളച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ഒന്ന് വെന്ത് വരും. അപ്പോൾ നമുക്ക് പുളിയും ഉപ്പും ഒക്കെ ആ കഷ്ണത്തിലോട്ടും കൂടി പിടിച്ച് കിട്ടും. കഷ്ണങ്ങളിലൊക്കെ നമ്മൾ പുളി ഉപ്പൊക്കെ ഒരുപോലെ പിടിച്ചു വരാനാണ് നമ്മളിത് ചേനയും കൂടെ ഈ പുളിവെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴേക്കും നമുക്കിതാ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പൊടിക്കാനുള്ള അരിയും മുളകും എല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തരിത്തരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം അതിലോട്ട് ഈ സമയത്താണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂണാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയാണ്. ഇനി വറുക്കാത്ത മല്ലിപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആ മസാലകൾ വറക്കുമ്പോൾ മുഴുവൻ മല്ലി 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. വളരെ കുറവ് മാത്രമേ മല്ലി ചേർക്കാവുള്ളൂ. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പൊടി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് നമ്മൾ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ച് ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഇങ്ങനെ കലക്കി എടുക്കുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് കറിയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കട്ട കെട്ടാതിരിക്കാനാണ് ഈ പൊടി ഇങ്ങനെ കലക്കി ഒഴിക്കുന്നത്.
അപ്പോൾ ഈ കലക്കി ഒഴിക്കുന്ന പുളിങ്കറിക്കാണ് നമ്മൾ പൊടി പൊടിച്ച പുളിങ്കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ കറിയിലോട്ട്, നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലോട്ട് ഈ പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പോഴത്തേക്കും ആ മസാലയൊക്കെ ആ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അതിനുശേഷം നമുക്ക് കുറച്ച് നാളികേരം അരച്ച് ചേർക്കണം. അതിപ്പോൾ നാളികേരം വല്ലാതെ അങ്ങ് കൂടി പോണ്ട. ഞാനിതവിടെ 3 മുതൽ 4 ടേബിൾ സ്പൂണോളം നാളികേരം മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറവ് തന്നെ നാളികേരം എടുത്താൽ മതിയാവും, ഇല്ലെങ്കിൽ പുളിങ്കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. നാളികേരം നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണമൊക്കെ വെന്തോ എന്നൊക്കെ ഒന്ന് നോക്കി കൊടുക്കാം. വെന്തതിന് ശേഷം ഞാനിതാ കുറച്ച് മത്തങ്ങ കഷ്ണങ്ങളും ചേന കഷ്ണങ്ങളും ഒക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നാളികേരം അരച്ച് വെച്ചതും കൂടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കറിയിൽ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിങ്ങനെ കുറുകിയ ചാറോട് കൂടിയുള്ള കറിയല്ല, അത്യാവശ്യം ഒരു ലൂസായിട്ടുള്ള കറിയാണ് നമ്മുടെ പുളിങ്കറി എന്നൊക്കെ പറയുമ്പോൾ. എന്നിട്ട് ഇതാ കറി തിളച്ച് വരുന്നതോട് കൂടിയിട്ട് ഞാനൊരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒന്ന് വറുത്തിടാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നെയ്യിലോ നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കടുകൊക്കെ പൊട്ടിച്ചത് ഒന്ന് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കറി തണുത്തതിന് ശേഷം ഒരു നുള്ളു ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ആണ് നമുക്ക് ശരിക്കുള്ള പുളിങ്കറിയുടെ ടേസ്റ്റ് വരുന്നത്. കറി തണുത്തതിന് ശേഷം മാത്രം കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഉലുവാപ്പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ വറവിടുന്നതിന് പകരം ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കടുക് പൊട്ടിച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഊട്ടുപുര പുളിങ്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയായ പാലക്കാടൻ ഊട്ടുപുര പുളിങ്കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാവുന്ന ഊട്ടുപുര പുളിങ്കറി റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്